ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. കോഴിക്കോട് എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ ഫുട്പാത്തിലൂടെ വാഹനമോടിച്ച സ്കൂട്ടർ യാത്രക്കാരനെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. സ്കൂട്ടർ യാത്രക്കാരന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 72-കാരിയായ പ്രഭാവതി യാത്രക്കാരനെ തടഞ്ഞ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് നടപടി. മാതൃകാപരമായി പ്രതികരിച്ച പ്രഭാവതിയെ MVD ഉദ്യോഗസ്ഥർ പൊന്നാടി അണിയിച്ച് അനുമോദിച്ചു. കാൽനട യാത്രക്കാർക്ക് അപകടകരമായ രീതിയിൽ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ച ആളെ തടഞ്ഞ ഇരിഞ്ഞപ്പാലം സ്വദേശി പ്രഭാവതിയാണ് ഇപ്പോൾ താരം. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സ്കൂട്ടർ യാത്രക്കാരനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി MVD ഉദ്യോഗസ്ഥർ അറിയിച്ചു. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച യാത്രക്കാരന് ഓറിയന്റേഷൻ ക്ലാസ് ഉൾപ്പെടെ നൽകാനാണ് തീരുമാനം. നിത്യവും നിരവധി ഇരുചക്ര വാഹനങ്ങൾ നിയമം ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രതികരിച്ചതെന്ന് പ്രഭാവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കാരണം അയാൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ നിയമം പറയാണോ എന്ന് ചോദിച്ചത്. ഞാൻ എൻ്റെ പഠിച്ച നിയമങ്ങൾ എനിക്കറിയാലോ, നമ്മൾ അത്യാവശ്യം വായിക്കുന്നതുകൊണ്ട് നിയമങ്ങൾ അത്രേ പറഞ്ഞുള്ളൂ. ഇത് നിങ്ങളെ വഴിയല്ല, ഇത് നമ്മളെ ഫുട്പാത്ത് നടക്കുന്നവരെ വഴിയാണ്. മാതൃകാപരമായി പ്രതികരിച്ച പ്രഭാവതിയെ മോട്ടോർ വാഹന വകുപ്പും പൊന്നാടി അണിയിച്ച് അനുമോദിച്ചു. പ്രഭാവതിയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. കാരണം ഫുട്പാത്ത് നടന്നു പോകാനുള്ളവർക്കുള്ളതല്ലേ, അതിൽ കൂടെ വണ്ടി കയറ്റാന്ന് പറഞ്ഞാൽ അത് ഒരു എന്നിട്ട് അവരോട് മാറാനും പറയാം, അതൊക്കെ ഒരു ധിക്കാരല്ലേ. ഐ അപ്രീഷിയേറ്റ് ഹർ. എന്തിനത്ര തിരക്ക് കാട്ടുമ്പോഴാണ് ഇങ്ങനെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നല്ല മാതൃകാപരമായ തീരുമാനമാണ്. ആ മുപ്പത്തെങ്കിലും പ്രതികരിച്ചല്ലോ. അങ്ങനെ പ്രഭാവതി അമ്മ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. വടകര സ്വദേശിയും ബ്ലോഗറുമായ അഫ്ലു ആണ് വൈറലായ ദൃശ്യങ്ങൾ പകർത്തിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.